വല്യമ്മാൻ്റെ പേര് ചക്കിക്കുട്ടി. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എൻ്റെ ഉമ്മാനേക്കാളും കുടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കീരനാണ്, അത് മരിച്ചു. പിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, അത് 1.5 വർഷം മുമ്പ് അവരും മരിച്ചു. ആ കുടുംബം തന്നെ കഴിഞ്ഞു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാനുണ്ടായിരുന്ന നാടിച്ചിയാണ്. അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ എനിക്ക് തോന്നുന്നു 2000 കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാൻ്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചി. പിന്നീട് അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ എനിക്ക് തോന്നുന്നു 2000 കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാൻ്റെ അവസാന കാലത്ത് ഉമ്മാനെ അപ്പം ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാൻ്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതുമൊക്കെ അപ്പൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വേലായുധനായിരുന്നു. മരിക്കുന്നവരെ വല്യപ്പാൻ്റെ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഈ തലമുറയും അത് തന്നെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുമ്പം ഒട്ടനവധി പ്രയാസമുണ്ട്. വല്യപ്പാൻ്റെ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഈ തലമുറയും അത് തന്നെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തൻ്റെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുമ്പം ഒട്ടനവധി പ്രയാസമുണ്ട്. ഒരടിസ്ഥാനവുമില്ലാതെ ഇത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നല്ലൊരു അമ്പലം കണ്ടു, നല്ല കൊത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോൾ ഒരു മുസൽമാന് എന്താ അത് ഒരു ഈർഷ്യതയോടുകൂടി ഒരു ഇഷ്ടക്കേടോടുകൂടി നോക്കാൻ പാടില്ല. അവൻ ദീനിന് പുറത്താ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇസ്ലാം. ഇതാദ്യം പഠിക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ ഒരു നിർബന്ധമില്ല. ഒരാളെയും നിർബന്ധിച്ച് മരത്തിലേക്ക് കയറ്റാൻ പാടില്ല. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഒരു ക്രൈസ്തവ ദേവാലയം, നല്ല രീതിയിലുള്ള ക്രൈസ്തവ ദേവാലയം, അപ്പോൾ അത് കാണുമ്പോൾ ഒരു മുസൽമാൻ ഇതാണ് പ്രശ്നം. ഒരു ബാങ്ക് അങ്ങനെ പോയി. ബാങ്കുവിളിയിൽ ഇടയ്ക്ക് വീണ്ടും നിർത്തേണ്ടി വരുന്നു PV അൻവറിന്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അൻവർ തുടങ്ങിവെച്ച നീക്കം അത് പരാജയപ്പെട്ട നീക്കമല്ല എന്നു തന്നെയാണ്. ഏറനാടിൻ്റെ വിപ്ലവ സൂര്യൻ അഭിനന്ദനങ്ങൾ എന്ന് പറയുന്ന പോസ്റ്ററൊക്കെ പിടിച്ച് അൻവറിൻ്റെ ചിത്രം പിടിച്ച് 100 കണക്കിന് ആളുകൾ അവിടെയുണ്ട്. അത് പ്രേക്ഷകർക്ക് തന്നെ കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തകർ അവിടെ ഉണ്ട് എന്നതിന് തെളിവായി നമ്മൾ നേരത്തെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടി. പക്ഷേ അൻവറിൻ്റെ ഫാൻസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ ആൾക്കാരുണ്ട്. അൻവറിന് ഇഷ്ടമായ ആൾക്കാർ ഉണ്ട്, അവിടെ നിലമ്പൂരിലെ ആൾക്കാരുണ്ട്, ഒതായിലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു വലിയ ജനാവലി അവിടെ ഉണ്ട്. അൻവർ എന്ത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ജനാവലി അവിടെ ഉണ്ട്. അൻവർ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. പറഞ്ഞു തുടങ്ങി തന്നെ വർഗീയവാദിയാക്കുന്നതിൽ എന്താണ് അതിൻ്റെ പ്രസക്തിയില്ലായ്മ എന്ന് പറയുക. അദ്ദേഹത്തിൻ്റെ പഴയ ജീവിത പശ്ചാത്തലം വെച്ച്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ വളർന്നു വന്ന ജീവിത പശ്ചാത്തലം വെച്ച് എങ്ങനെയാണ് താൻ വർഗീയവാദി അല്ല എന്ന കാര്യം അൻവർ അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതം വെച്ചു കൂടെ പറയുകയാണ്. അത് പറഞ്ഞു വരുന്നു. അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കൂടിയിരിക്കുന്ന വലിയ ജനാവലി മാത്രമല്ല, അല്ലെങ്കിൽ TV കൊടുക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ മാത്രമല്ല, കേരളം ഒന്നാകെ PV അൻവർ ഒരു പരസ്യ പ്രതികരണത്തിൽ, ഒരു പരസ്യ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിനപ്പുറം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന കാര്യം അറിയാനുണ്ട്. നേരത്തെ ആളുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാക്കുന്ന കാര്യം പരിഗണിക്കും എന്നൊക്കെ PV അൻവർ പറഞ്ഞിരുന്നു. മാത്രമല്ല നാളെ കോഴിക്കോട് അങ്ങനെ കൂടുതൽ സമ്മേളനങ്ങൾ നടത്താനും പോകുന്നുണ്ട് PV അൻവർ. അപ്പോൾ എല്ലായിടത്തും ഇത്തരം വലിയ ജനാവലിയാണെങ്കിൽ അത്തരത്തിൽ അൻവർ ഒരു ആലോചനയിലേക്ക് പോകുമോ എന്ന കാര്യമൊക്കെ ഒരു പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ പരോക്ഷ പ്രതികരണമായി ഇന്ന് ഈ പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യം അറിയാം. പ്രേക്ഷകർ കാണുന്നത് ഈ പറഞ്ഞ ചന്തക്കുന്നിലെ സമ്മേളനം നടക്കുന്ന ഗ്രൗണ്ടിൽ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ്. വലിയ ജനാവലിയുണ്ട്, അത് അസാധ്യമായ ജനാവലിയുണ്ട്. അൻവർ എന്ന് പറയുന്ന ഒരാൾ, നേരത്തെ അൻവർ പറഞ്ഞത് ഞാൻ
ഒരു പ്രചരണവും നടത്തിയിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അൻവർ നിൽക്കുന്നത് ഒരു എന്താണ് വലിയ ഒരു സ്റ്റേജ് പോലുമില്ല, അങ്ങനെ വലിയൊരു സ്റ്റേജ് പോലുമില്ല. സാധാരണയായി നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് അൻവർ അതിനെ കണ്ടത്. അതാവില്ല. അൻവർ ഒരുപക്ഷെ അൻവറിൻ്റെതായ രീതിയിൽ ഒരു പ്രചരണമൊക്കെ നടത്തിയിട്ടുണ്ടാവണം. എന്തായാലും അൻവർ ഒരു വ്യക്തിയാണ്, അൻവർ ഒരു പാർട്ടിയല്ല. അൻവർ ഒരു MLA ആണ്. ഇപ്പോൾ നിലവിൽ CPM-ൻ്റെ പിന്തുണയില്ലാത്ത ഒരു MLA ആണ്. CPM-ൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു MLA ആണ്. ഒരു വ്യക്തിയുടെ ആഹ്വാനത്തിൽ എന്തായാലും ഇത്രയും ആൾ കൂടി എന്ന് പറയുമ്പോൾ അൻവർ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ആശയങ്ങൾക്ക് അത് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് നടക്കുന്നത് കൊടുക്കൽ വാങ്ങലുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഷേക്കാണ്, അണികൾ മണ്ടന്മാരാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അൻവർ പറയുന്നുണ്ട്. കേസ് അട്ടിമറിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്, നേതാക്കളുടെ സുഖസൗകര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, രാഷ്ട്രീയാതീതമായ ബന്ധങ്ങളെപ്പറ്റി, രാഷ്ട്രീയാതീതമായ സൗഹൃദങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിലൂടെ നേതാക്കൾക്കുണ്ടാവുന്ന ഗുണങ്ങളെപ്പറ്റിയൊക്കെ